ഏറ്റുമാനൂരിലെ ഷൈനിയുടെയും മക്കളുടെയും ആത്മഹത്യയ്ക്ക് പിന്നാലെ ഷൈനിയുടെ ശബ്ദ സന്ദേശം പുറത്ത്. കുടുംബശ്രീ വായ്പ തിരിച്ചടയ്ക്കാൻ വഴിയില്ലെന്ന ശബ്ദ സന്ദേശം. ഭർത്താവ് പൈസ തരാത്തതിനാലാണ് തിരിച്ചടവ് മുടങ്ങിയത്. വിവാഹമോചന കേസിൽ തീരുമാനമായ ശേഷമേ നോബി പണം തരുകയുള്ളൂ എന്നും ശബ്ദ സന്ദേശത്തിൽ പറയുന്നുണ്ട്. മിഥുൻ അയ്യപ്പൻ ചേരുന്നു വിവരങ്ങളുമായി. മിഥുൻ, ആദ്യഘട്ടത്തിൽ പുറത്തുവന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഷൈനിയുടെ ഭർത്താവ് വിവാഹമോചനം നൽകാൻ പലപ്പോഴും സമ്മതിച്ചിരുന്നില്ല. മാത്രവുമല്ല, പലതരത്തിൽ ഷൈനിയെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടായിരുന്നു. ജോലി സ്ഥലത്തായാലും മറ്റും ബുദ്ധിമുട്ടിക്കുന്നുണ്ടായിരുന്നു. ജീവിക്കാൻ മറ്റൊരു വഴിയും ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഇത്തരത്തിലൊരു ആത്മഹത്യയിലേക്ക് കടക്കുന്നത് എന്ന നിലയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ വന്നു നിന്നത്. ഇപ്പോൾ മറ്റൊരു നിർണായകമായ വിവരം, കുടുംബശ്രീയിൽ വായ്പ തിരിച്ചടയ്ക്കാനുണ്ടായിരുന്നു ഷൈനി. കടബാധ്യതയും ആത്മഹത്യയിലേക്ക് നയിച്ചു എന്ന് തന്നെയാണോ മനസ്സിലാക്കേണ്ടത്? ശരി, എന്തായാലും പ്രതികരണം കേട്ടതിന് ശേഷം തിരികെ എത്താം. ഷൈനി 2 മാസം കഴിഞ്ഞാൽ ഷൈനി ലോൺ അടക്കില്ലേ? നോബി എന്തെങ്കിലും നടക്കുവോ? നോബിയുടെ ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ കേസ് നടക്കുമല്ലോ, അത് കൈയൊന്നും തരാന്നാ പറഞ്ഞത്. അപ്പൊ ഈ ഞങ്ങളുടെ കാര്യം കഷ്ടത്തിലാവൂലേ? ലോണിന് എത്ര നാളെന്ന് വെച്ചാൽ നമ്മൾ ഈ ഇതിനടുത്ത് അടയ്ക്കണം. ഇതിനടുത്ത് അടയ്ക്കാനും പറ്റത്തില്ല, പൈസയൊക്കെ തീർന്നില്ലേ? അന്ന് ചേച്ചി പറഞ്ഞ മറ്റേ ഇതങ്ങാണ്ട് എനിക്ക് വേണ്ടി അത് ഹോൾഡ് ചെയ്തിട്ട് ലാസ്റ്റ് അടിച്ചാമെന്നല്ലേ എന്ന് പറഞ്ഞേ. അപ്പൊ ഞങ്ങളത് ചോദിച്ചപ്പോ അവര് സമ്മതിക്കില്ലെന്ന് പറഞ്ഞു. ഇനി എന്താ ചെയ്യാ? നിങ്ങളെ മമ്മിയോട് ചോദിച്ചിട്ട് മമ്മിക്ക് അവിടെ ഒന്നും ആവശ്യത്തിനല്ല എടുത്തേക്കണത്, ഷൈനിയുടെ അച്ഛന് വേണ്ടിയിട്ട് എടുത്തെന്ന് പറഞ്ഞു. അച്ഛനോട് ജാഗം കിടക്കുമല്ലോ, അച്ഛനോട് എടുത്തു. അങ്ങനെ എടുത്തെന്നാ അവര് പറഞ്ഞത്. ഞങ്ങളോട് അവർക്ക് വേണ്ടിയിട്ടൊന്നും എടുത്തിട്ടില്ലെന്ന് പറഞ്ഞു. പിന്നെ ചെയ്യും നോബി എന്ന് തന്നെ ഒരു പിടുത്തമില്ല. ഇപ്പൊ ഒരു നോട്ടീസ് കണ്ടിട്ട് തിരിച്ചു വിട്ടവര്. ഇനി അടുത്ത മാസം 14-ാം തീയതി ഒരെണ്ണം വിട്ടേക്കുന്നത്. തോമസ് ചേട്ടനെ വിളിച്ചു നോക്കി നോബീനെ, പക്ഷെ കോൾ എടുക്കുന്നില്ല. ഞാൻ വിളിച്ചായിരുന്നു. ഞാൻ ഇപ്പൊ ഇടയ്ക്ക് പിള്ളേരെ വിളിക്കാറുണ്ട്. ഞാൻ വിളിച്ചപ്പോൾ അതിനോട് പറഞ്ഞത് കേസ് നടക്കുമല്ലേ, അത് കഴിയുമ്പത്തേ ആലോചിച്ചിട്ട് പറയാന്ന് പറഞ്ഞു. അതുവരെ ഞങ്ങളുടെ കാര്യം കഷ്ടത്തിലാവൂലേ? ലോൺ ഇപ്പൊ തീരാവുന്ന രീതിയിലായിട്ടുണ്ട്. അത് അടച്ചു തീർന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് പിന്നെ ഇനി ലോണും കിട്ടത്തില്ല. എന്താ ചെയ്യാം? എന്താ ചെയ്യുന്നത്? ഞാനിപ്പോ എനിക്കിപ്പോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അവസ്ഥയിലേക്ക് ഞാൻ. മിഥുൻ തുടരുന്നുണ്ട്. മിഥുൻ കേൾക്കാമെങ്കിൽ പറയാം. തീർച്ചയായിട്ടും നമുക്കിതിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങളും അതുപോലെ തന്നെ മാനസിക പ്രശ്നങ്ങളും ഭർത്താവുമായി പിരിഞ്ഞതിനെ തുടർന്നുണ്ടായ മാനസിക പ്രശ്നങ്ങളുമെല്ലാം ഷൈനി അനുഭവിച്ചിരുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന്, കഴിഞ്ഞ ഏതാണ്ട് 9 മാസത്തോളമായി ഷൈനി ഭർത്താവുമായി പിരിഞ്ഞ് താമസിക്കുകയാണ്. അതിനുശേഷം സാമ്പത്തിക കാര്യങ്ങളിലടക്കം വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് ഷൈനി നേരിടുന്നുണ്ട്. അതേസമയം തന്നെ ഈ ഒന്നിച്ചുണ്ടായിരുന്ന സമയങ്ങളിൽ ഉണ്ടാക്കിയ ബാധ്യതകളെല്ലാം തന്നെ ഷൈനിയുടെ മേൽ കെട്ടിവെക്കുക ായിരുന്നു ഭർത്താവ് എന്ന് സംശയിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഓഡിയോ പുറത്തു വന്ന ഓഡിയോയിലെല്ലാം തന്നെ പറയുന്നത്. കുടുംബശ്രീയിൽ നിന്ന് ലോൺ എടുത്തിരുന്നു. ആ ലോണിന്റെ തിരിച്ചടവ് ഇപ്പോൾ ഭർത്താവ് നോബി അടയ്ക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഷൈനിയുടെ പേരിലെടുത്തിരുന്ന ലോണായിരുന്നു. അതുകൊണ്ട് തിരിച്ചടവ് മുടങ്ങിയതിനെ തുടർന്ന് കുടുംബശ്രീ അംഗങ്ങൾ പണം ചോദിക്കുന്നതും അതിന് നൽകുന്ന മറുപടിയെല്ലാമാണ് ഈ ഓഡിയോയിലുള്ളത്. അതിൽ പറയുന്നുണ്ട്, സ്വന്തം ആവശ്യത്തിനെടുത്ത വായ്പയല്ല എന്നാണ് ഷൈനി പറയുന്നത്. പക്ഷേ ഷൈനിയുടെ പേരിൽ ഈ വായ്പയെക്കുറിച്ച് അറിയില്ല എന്ന് നോബിയുടെ അമ്മ പറഞ്ഞതായും കുടുംബശ്രീ പ്രസിഡന്റ് ഈ ഓഡിയോയിൽ പറയുന്നുണ്ട്. മാത്രമല്ല, ഈ പൈസ തിരിച്ചടയ്ക്കുന്നതിന് വേണ്ടി ഭർത്താവ് പണം നൽകുന്നില്ല. തൻ്റെ പേരിലെടുത്ത ഇൻഷുറൻസിൻ്റെ പ്രീമിയം അടക്കാൻ പോലും ഭർത്താവ് തയ്യാറാകുന്നില്ല എന്നുള്ള അടക്കമുള്ള കാര്യങ്ങളാണ് ഈ ഓഡിയോയിൽ വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ ഈ വിവാഹമോചന കേസിൽ ഒരു തീരുമാനമായതിനു ശേഷം മാത്രമേ ഈ വായ്പ അടവിലടക്കമുള്ള കാര്യങ്ങളിൽ പണം നൽകൂ എന്നാണ് നോബി പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അതുവരെയുണ്ടായ കഴിഞ്ഞ ഈ 9 മാസങ്ങളിലടക്കം ഇത്തരത്തിലുള്ള പണം നൽകാത്തതിനെ തുടർന്നുള്ള സമ്മർദ്ദം, സാമ്പത്തിക പ്രശ്നങ്ങളെല്ലാം തന്നെ ഷൈനി അനുഭവിച്ചിരുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇത്തരത്തിൽ വിവിധ രീതിയിലുള്ള സമ്മർദ്ദങ്ങൾക്ക് അടിപ്പെട്ട് കഴിയുകയായിരുന്നു ഷൈനി. പ്രത്യേകിച്ച് ഈ ഭർത്താവ് പിരിഞ്ഞതിനെ മുതലും അതുപോലെ തന്നെ ഈ വിവാഹമോചനത്തിന് സഹകരിക്കാത്തതിനെ തുടർന്നുണ്ടായ സമ്മർദ്ദം അനുഭവിച്ചിരുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഓഡിയോയിൽ നിന്നും കൂടി വ്യക്തമാകുന്നത്. ശരി, മിഥുൻ അയ്യപ്പനാണ് തത്സമയം കോട്ടയത്ത് നിന്ന് ചേർന്നത്.